ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ തിരു അവതാരത്തെപ്പറ്റിയും ഭഗവാന്റെ അന്നപ്രാശനത്തെപ്പറ്റിയും പേരിടൽ ചടങ്ങുകളെപ്പറ്റിയുമൊക്കെയാണ് നമ്മൾ വളരെ വിശദമായിട്ട് പറഞ്ഞത്. രാജപുരോഹിതനായ വസിഷ്ഠനാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും നാമകരണം ചെയ്തത്. അതിനുശേഷം ബ്രാഹ്മണർക്കും പൗരാവലിക്കും വലിയ ഒരു സദ്യയാണ് പിന്നീട് നടത്തപ്പെട്ടത്. ബ്രാഹ്മണർക്കെല്ലാവർക്കും വിലപിടിപ്പുള്ള വസ്തുക്കളും ധനവും ധാന്യവും ലോഭമില്ലാതെ രാജാവ് ദാനമായി നൽകി. അങ്ങനെ കുമാരന്മാരുടെ ജന്മസംബന്ധികളായ ക്രിയകൾ എല്ലാം യഥാകാലം നടത്തപ്പെട്ടു. രാമൻ അവർക്കെല്ലാം കീർത്തിചിഹ്നമായും രാജാവിന് സന്തോഷം പകരുന്നവനായും ഭവിച്ചു. സർവഭൂതങ്ങൾക്കും സൃഷ്ടാവെന്നതുപോലെ പൗരജനങ്ങൾക്കെല്ലാവർക്കും രാമൻ സമ്മതനായിരുന്നു. അങ്ങനെ ദശരഥപുത്രന്മാർ 4 പേരും വേദങ്ങൾ ഗ്രഹിച്ചവരും ശൂരന്മാരും ലോകത്തിന് മംഗളം നൽകുന്നവരുമായി അങ്ങനെ വളരുകയാണ്. അറിവിൽ ഓരോരുത്തരും മുൻനിരയിൽ തന്നെയായിരുന്നു. എല്ലാ ഗുണഗണങ്ങളും തികഞ്ഞവരായിരുന്നു അവരെല്ലാവരും. എങ്കിലും എല്ലാ ഗുണങ്ങളിലും മുമ്പൻ ആരു തന്നെയായിരുന്നു? രാമൻ തന്നെ ആയിരുന്നു. പൂർണ്ണചന്ദ്രനെ പോലെ നിർമ്മലനായ അവൻ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ആനപ്പുറത്തും കുതിരപ്പുറത്തും രഥത്തിലും സഞ്ചരിക്കുന്നതിൽ രാമൻ സമർത്ഥനായിരുന്നു. ആയുധവിദ്യയിലും രാമൻ വളരെയധികം സമർത്ഥനായിരുന്നു. അതുകൂടാതെ പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ രാമൻ വളരെയധികം ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു. വസിഷ്ഠനാണ് വിദ്യകളെല്ലാം കുമാരന്മാരെ പഠിപ്പിച്ചത്. ആയുധവിദ്യ അവർ വശത്താക്കി, മല്ലയുദ്ധം പഠിച്ചു. അങ്ങനെ സകല വിദ്യകളും ഈ 4 കുമാരന്മാരും പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ സർവഗുണങ്ങളും തികഞ്ഞ തൻ്റെ പുത്രന്മാരെ കണ്ടപ്പോൾ ദശരഥ മഹാരാജാവിന് വളരെയധികം ആനന്ദമാണ് ഉണ്ടായത്. ഈ 4 പുത്രന്മാരും പിതാവിനെ ശുശ്രൂഷിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിരുന്നു. അങ്ങനെയിരിക്കെ ദശരഥൻ അവരുടെ വിവാഹത്തെപ്പറ്റി ചിന്തിച്ചു. രാജാവ് ബന്ധുക്കളോടും മറ്റു ഗുരുക്കന്മാരോടുമൊക്കെ അതേപ്പറ്റി ആലോചിച്ചു. ഒരു നാളിൽ മന്ത്രിമാരുടെ മധ്യത്തിൽ അക്കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് മഹാതേജസ്വിയായ വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് വന്നു ചേർന്നു. രാജാവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നതായി മുനീശ്വരൻ കാവൽക്കാരോട് പറഞ്ഞു. കാവൽക്കാർ പെട്ടെന്ന് തന്നെ രാജാവിൻ്റെ അടുത്ത് എത്തിച്ചേരുകയും മുനി വന്നു നിൽക്കുന്നതായി രാജാവിനെ അറിയിക്കുകയും ചെയ്തു. രാജാവ് പുരോഹിതന്മാരോടും മന്ത്രിമുഖ്യന്മാരോടുമൊപ്പം വിശ്വാമിത്ര മഹർഷിയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. മുനിയെ സ്വീകരിച്ചു, കുശല പ്രശ്നങ്ങൾ നടത്തി. അങ്ങനെ സംസാരിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ വിശ്വാമിത്ര മഹർഷി രാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജൻ, അങ്ങയുടെ ഉപചാരങ്ങളെല്ലാം എന്നെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുന്നു. എനിക്ക് അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്. അങ്ങേക്കറിയാമല്ലോ, ഞങ്ങൾ സന്യാസിമാർ ലോകമംഗളത്തിനു വേണ്ടി നിരന്തരം യാഗങ്ങളും യജ്ഞങ്ങളും നടത്തുന്നു. പക്ഷേ ഞങ്ങളുടെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നിരന്തരം രാക്ഷസന്മാർ വിഘ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ യജ്ഞം ചെയ്ത് നടത്തപ്പെടുന്ന ഈ കർമ്മങ്ങളുടെ ഒടുവിൽ മാരീചനെന്നും സുബാഹുവെന്നും പേരുള്ള 2 രാക്ഷസന്മാർ അവർ അവിടെ രക്തവും മാംസവും വർഷിക്കുകയും
ഞങ്ങളുടെ യജ്ഞവേദികളൊക്കെ അശുദ്ധമാക്കി തീർക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യജ്ഞങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം ഉണ്ടാക്കണം. എൻ്റെ കാര്യസാധ്യത്തിനായി എന്നോടൊപ്പം രാമനെ അയക്കണം. രാമന് അത് നിഷ്പ്രയാസം സാധിക്കും. വെറും 10 ദിവസം മാത്രം എൻ്റെ കൂടെ രാമനെ അയച്ചാൽ മതിയാകും. ഇപ്രകാരമുള്ള വിശ്വാമിത്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് ശരിക്കും ബോധക്കേടുണ്ടായി. അദ്ദേഹം ബോധരഹിതനായി നിലത്തു വീണു. കാരണം തൻ്റെ പൊന്നോമനപുത്രനെ, അതും ഇത്ര ചെറിയ പ്രായത്തിൽ, രാക്ഷസന്മാരെ വധിക്കുവാനായി മഹർഷിയോടൊപ്പം വിടുന്ന കാര്യത്തെപ്പറ്റി ദശരഥ മഹാരാജാവിന് ആലോചിക്കാനേ സാധിച്ചില്ല. വിശ്വാമിത്ര മഹർഷിയുടെ വാക്കുകൾ കേട്ടിട്ട് ബോധരഹിതനായി ഭവിച്ച രാജാവ് ദശരഥൻ അല്പസമയത്തിനു ശേഷം ബോധം വീണ്ടു കിട്ടിയിട്ട് മഹർഷിയോട് ഇപ്രകാരമാണ് പറഞ്ഞത്: എൻ്റെ കുഞ്ഞ് രാമൻ, അവന് 16 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഈ ക്രൂര രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി ജയിക്കാൻ അവന് സാമർഥ്യമുണ്ട് എന്നുപോലും എനിക്ക് തോന്നുന്നില്ല. ഈ കാണുന്ന അക്ഷൗണി പടയോടൊപ്പം അവയ്ക്കെല്ലാം അധിപനായ ഞാൻ അങ്ങയോടൊപ്പം വന്ന് യുദ്ധം ചെയ്യാം. വില്ലാളി വീരന്മാരാണ് എൻ്റെ സേനയിലുള്ളത് എന്ന് അങ്ങ് അറിയുക. അവർ രാക്ഷസന്മാരുമായി യുദ്ധം ചെയ്യുന്നതിന് സമർത്ഥരാണ്. അതുകൊണ്ട് അങ്ങ് രാമനെ കൊണ്ടുപോകുന്നതിൽ നിന്നും പിന്തിരിയണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു മഹാമുനെ എന്ന് ദശരഥ മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയുടെ കാലു പിടിച്ച് അപേക്ഷിക്കുകയാണ്. ദശരഥ മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വിശ്വാമിത്ര മുനി പറയുകയാണ്: രാജൻ, അങ്ങ് കേൾക്കുക. പൗലസ്ത്യ വംശത്തിൽ പിറന്നവനായി രാവണൻ എന്ന ഒരു രാക്ഷസനുണ്ട്. അവൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടി 3 ലോകങ്ങളെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ മഹാബലവാനും മഹാവീര്യവാനും അനേകം രാക്ഷസന്മാർക്ക് അധിപനുമാണ്. അവൻ വൈശ്രവണൻ്റെ സഹോദരനും വിശ്രവസ് എന്ന മുനിയുടെ പുത്രനും ആകുന്നു. യജ്ഞകർമ്മങ്ങൾ പുരോഗമിക്കുമ്പോൾ രാക്ഷസ രാജാവായ രാവണനാൽ പ്രേരിപ്പിക്കപ്പെട്ടവരായി മഹാബലവാന്മാരായ മാരീചനും സുബാഹുവും എത്തിച്ചേരുകയും യജ്ഞത്തിന് വിഘ്നം വരുത്തുകയുമാണ് ചെയ്യുന്നത്. അവരെ വധിക്കുവാൻ രാമന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് രാമനെ എൻ്റെ കൂടെ അയക്കുക. ഇങ്ങനെ വീണ്ടും വിശ്വാമിത്ര മഹർഷി ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഒരു കാരണവശാലും രാമനെ അയക്കുവാൻ എനിക്ക് സമ്മതമല്ല എന്ന രീതിയിൽ ദശരഥ മഹാരാജാവ് പറഞ്ഞുകൊണ്ടേയിരുന്നു. ദശരഥൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ വിശ്വാമിത്ര മഹർഷി പെട്ടെന്ന് കോപിഷ്ഠനായി ഭവിച്ചു. എന്നിട്ട് ദശരഥനോട് പറയുകയാണ്: അങ്ങയുടെ കർത്തവ്യം മറക്കുന്നു. ഇത് ന്യായമോ? രഘുകുലത്തിന് ഇത് ഭൂഷണമോ? എന്താണ് ഈ കേൾക്കുന്നത്? ഒരു മഹാകുലത്തിനു വന്ന മൂല്യച്യുതിയാണോ ഇവിടെ കാണുന്നത്? രാജൻ, അങ്ങ് ഈ തീരുമാനം പിൻവലിക്കണം. ഈ തീരുമാനം അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ ഞാനിതാ വന്ന വഴിയെ തന്നെ മടങ്ങുന്നു. പക്ഷേ അങ്ങ് ഇതിൻ്റെ ഫലം അനുഭവിക്കും. ഇങ്ങനെ രോഷാകുലനായി നിൽക്കുന്ന വിശ്വാമിത്രൻ്റെ ഭാവപ്പകർച്ചയിൽ ഭൂമി പോലും വിറച്ചു. ദേവന്മാർ ഭയപ്പെട്ടു. ലോകം മുഴുവനും ഭയന്ന് വിറയ്ക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതുകണ്ട് കുലഗുരുവായ വസിഷ്ഠൻ രാജാവിനെ ഉപദേശിക്കുന്നു: അങ്ങ് രാമനെ വിശ്വാമിത്രൻ്റെ കൂടെ അയക്കണം. കുലഗുരു പറഞ്ഞിട്ടും ദശരഥന് വലിയ ഒരു സമ്മതം അവിടെ ഉണ്ടായില്ല. ആ സമയത്ത് രാമൻ അവിടേക്ക് വരികയാണ്. എന്നിട്ട് വിശ്വാമിത്ര മഹർഷിയോട് പറയുകയാണ്: അല്ലയോ മഹാപ്രഭു,
പ്രജകളെ അങ്ങ് രക്ഷിക്കണം. ചെയ്ത തെറ്റുകളൊക്കെ അങ്ങ് ക്ഷമിക്കണം. നിരപരാധികളെ അങ്ങ് ശിക്ഷിക്കരുത്. സന്യാസിയായ അങ്ങേക്ക് മനസ്സിൽ കോപമുണ്ടായാൽ തപശക്തി നഷ്ടമാകും. പുത്രനെ അയക്കുന്നതിന് അച്ഛന് ദുഃഖമുണ്ടായിരുന്നു. അങ്ങ് അത് ക്ഷമിക്കുക. ഞാൻ മിഥിലാ നഗരത്തിൽ വന്ന് യജ്ഞം രക്ഷിച്ചു തരാം. ഇങ്ങനെ രാമൻ പറഞ്ഞപ്പോൾ മുനി മന്ദഹാസപൂർവം അമൃതം കിനിയുന്ന കണ്ണുകളാൽ അയോധ്യയെ നോക്കി. തപസ്സുകൊണ്ട് എന്തൊക്കെ അനുഗ്രഹങ്ങൾ നൽകാമോ അതൊക്കെ വിശ്വാമിത്രൻ അയോധ്യയ്ക്ക് നൽകി. അതിനുശേഷം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ രാമൻ മുനികുമാരൻ്റെ വേഷത്തിൽ പൗർണമി ചന്ദ്രനെ പോലെ ശോഭിച്ചു. മഹർഷി പറഞ്ഞു, അല്ലയോ കുമാര, എൻ്റെ കൂടെ പോരുക. മഹാരാജാവ് രാമലക്ഷ്മണന്മാരെ മഹർഷിക്ക് സമർപ്പിച്ചു. അതിനുശേഷം മഹർഷി രാജാവിനോട് പറയുകയാണ്, അല്ലയോ മഹാരാജാവേ, അങ്ങ് മകനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. രാമൻ്റെ മഹത്വം അങ്ങേക്ക് അറിയുകയില്ല. അതുകൊണ്ടാണ് അങ്ങിത്ര വിഷമിക്കുന്നത്. രാക്ഷസ നിഗ്രഹത്തിനായി അവതരിച്ച മഹാവിഷ്ണുവാണ് ഇദ്ദേഹം. ഞാൻ ഇവരെയും കൊണ്ടുപോകുന്നു. അങ്ങൊട്ടും വിഷമിക്കണ്ട. രാമ, ലക്ഷ്മണ, നമുക്ക് പോകാം. ഇങ്ങനെ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്. രാമൻ പറഞ്ഞു, മഹാമുനി, അവിടുന്ന് അനുവദിച്ചാൽ അമ്മയോട് എനിക്ക് അനുവാദം വാങ്ങി വരാം. അമ്മയോട് പറയാതെ ഞാൻ പുറപ്പെട്ടു പോയാൽ അമ്മ വിഷമിക്കും. അമ്മ എന്നെ ഓർത്ത് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹർഷി അമ്മയോട് യാത്ര പറയുവാനായി രാമനെ അനുവദിച്ചു. രാമൻ കൊട്ടാരത്തിൽ ചെന്നു അമ്മയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, വിശ്വാമിത്ര മഹർഷി യാഗരക്ഷയ്ക്കായി എന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. തെളിഞ്ഞ മനസ്സോടുകൂടി അമ്മ എന്നെ അനുഗ്രഹിക്കണം. ആ അനുഗ്രഹം കൊണ്ട് ഞാൻ യുദ്ധത്തിൽ ജയിക്കും. ഞാൻ ആദ്യ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അമ്മ എന്നെക്കുറിച്ചോർത്ത് ഒട്ടും വിഷമിക്കരുത്. മകൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ കൗസല്യ റാണി പൊട്ടിക്കരഞ്ഞു. ഉത്തരീയം കണ്ണുനീരാൽ നനഞ്ഞു. മകനെ മടിയിലിരുത്തി തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു ആ അമ്മ. രാമൻ അമ്മയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. കണ്ണുനീർ തുടച്ചു. മാതാവിൻ്റെ പാദധൂളികൾ ശിരസിൽ അണിഞ്ഞു. വില്ലും അമ്പും കയ്യിലെടുത്തു യാത്ര ആരംഭിച്ചു. വിശ്വാമിത്രൻ രാമനെയും ലക്ഷ്മണനെയും കൊണ്ട് പുറപ്പെട്ടപ്പോൾ ദശരഥൻ്റെ കണ്ണുനീർ തുള്ളികൾ നിലത്തു വീണ് ഉടഞ്ഞു. രാമൻ അകന്നകന്നു മറഞ്ഞപ്പോൾ മഹാരാജാവ് ഭൂമിയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. രാജാവിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് അവിടെ കൂടിയിരുന്ന ബ്രാഹ്മണൻ ഇങ്ങനെ പറഞ്ഞു, വിധി ആർക്കു മാറ്റാനാകും? ബ്രഹ്മാവിനോടൊത്ത് അശ്വനീ ദേവകളെ പോലെ മുനിയോടൊത്ത് കുമാരന്മാർ പോകുന്നത് അങ്ങ് കാണുക. ഒരുവിധം സമാധാനപ്പെട്ട് രാജാവ് കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി. വിധി നിശ്ചയമനുസരിച്ചിട്ടുള്ള രാമൻ്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. അതിന് താൻ കാരണക്കാരനായിരിക്കുന്നു എന്നോർത്ത് വിശ്വാമിത്ര മഹർഷി സന്തോഷിച്ചു. മഹർഷി രാജപുത്രന്മാരെയും കൊണ്ട് വനത്തിലേക്ക് കടന്നു. മുമ്പിൽ മഹർഷി, തൊട്ടുപിറകിൽ രാമൻ, പിന്നെ ലക്ഷ്മണൻ. വെയിലേറ്റു കുമാരന്മാർ വാടി. മഹർഷി അത് കണ്ട് വിചാരിച്ചു, ഒരു ദിവസം കൊണ്ട് രാമൻ ക്ഷീണിച്ചുവോ? മുഖത്തിതാ വിയർപ്പു തുള്ളികൾ. ഇങ്ങനെയെങ്കിൽ എപ്രകാരം വളരെ കാലം രാമൻ വനത്തിൽ സഞ്ചരിക്കും? മഹർഷി രാജകുമാരന്മാർക്ക് മന്ത്രദീക്ഷ നൽകി. മഹർഷി പറയുകയാണ്, രഘുവീര, എത്രയെത്ര സൂര്യവംശ രാജാക്കന്മാർ ഇവിടെ ദേഹം വെടിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ട്. ഈ തീർത്ഥത്തിൽ അങ്ങ് കുളിച്ചു വരൂ. ഞാൻ മന്ത്രദീക്ഷ നൽകാം. 1000 വർഷക്കാലത്തേക്ക് വിശപ്പും ദാഹവും അങ്ങേക്ക് ബാധിക്കില്ല. മനസ്സിൽ ഒരിക്കലും ഭയമോ
ശോകമോ ഉണ്ടാവുകയില്ല. ഇങ്ങനെ മഹർഷി പറഞ്ഞപ്പോൾ രാമൻ അപ്രകാരം മന്ത്രദീക്ഷ സ്വീകരിച്ചു. ലക്ഷ്മണകുമാരനും ഈ മന്ത്രം പഠിച്ചു. സഹോദരന്മാർ ഇരുവരും മന്ത്രം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഉരവിട്ട് പഠിച്ചു. ദേവന്മാർക്ക് സന്തോഷമായി. വളരെ കാലം ലക്ഷ്മണനും രാമനും ഇനി ആഹാരമില്ലാതെ ജീവിക്കുവാൻ സാധിക്കും. ലക്ഷ്മണന് അങ്ങനെ സാധിക്കുന്നു എന്നോർത്ത് ദേവേന്ദ്രന് സന്തോഷമായി. കാരണം ഇന്ദ്രജിത്തിൻ്റെ മരണത്തിനുള്ള വഴി അങ്ങനെ തെളിയുകയാണ്. ഹരേ കൃഷ്ണ. നിങ്ങൾക്കെല്ലാവർക്കും ഈ ഭാഗം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും തങ്ങളുടെ ആദ്യ യുദ്ധത്തിന് പുറപ്പെടുകയാണ്. അങ്ങനെ രാമായണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി അങ്ങോട്ട് താടക നിഗ്രഹം, അഹല്യാമോക്ഷം, അങ്ങനെ മനോഹരങ്ങളായ ധാരാളം കഥകൾ കൊണ്ട് സമ്പുഷ്ടമാണ് രാമായണം. നിങ്ങൾക്ക് ഈ ഭാഗങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഒരു തവണ ഈ കഥ കേട്ടിട്ട് നിങ്ങൾ നിർത്തരുത്. നിങ്ങൾ വീണ്ടും ഈ കഥകൾ കേൾക്കണം. കാരണം ആവർത്തിച്ചാവർത്തിച്ച് കേൾക്കുന്നിടത്തോളം നമ്മുടെ പാപങ്ങൾ നശിക്കുകയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. കാരണം ഈ കർക്കിടക മാസത്തിൽ എല്ലാവർക്കും രാമായണം കൃത്യമായി വായിക്കാൻ സാധിക്കണം എന്നില്ല. സമയമുള്ള ആളുകൾക്ക്, സാഹചര്യങ്ങളുള്ള ആളുകൾക്ക് അതിന് സാധിച്ചു എന്ന് വരാം. പക്ഷേ ഇന്നത്തെ ഈ തിരക്കുള്ള അവസ്ഥയിൽ രാമായണം കൃത്യമായി വായിക്കാനും അതുപോലെ അതിൻ്റെ അർത്ഥം സഹിതം മനസ്സിലാക്കാനും എല്ലാവർക്കും സാധിക്കണം എന്നില്ലാത്തത് കൊണ്ടാണ് നമ്മൾ എല്ലാ വർഷവും, കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞു, ഈ വർഷവും അതുപോലെ നമ്മൾ രാമായണം കഥാരൂപത്തിൽ പറയുന്നത്. കാരണം കഥാരൂപത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് നിങ്ങളുടെ മനസ്സിൽ ഉറയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗം വീണ്ടും വീണ്ടും കേൾക്കുക. അതുപോലെ കഥകൾ മനസ്സിലാക്കിയിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ആഗ്രഹമുള്ള ആളുകൾക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാവൂ. പക്ഷെ കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ അവരെ വിളിച്ചിരുത്തി അവർക്ക് പറഞ്ഞു കൊടുക്കണം. മുതിർന്ന ആളുകളാണെങ്കിൽ അവർക്ക് താല്പര്യമില്ലെങ്കിൽ അവരെ നിർബന്ധിക്കാനൊന്നും പോകണ്ട. പക്ഷേ കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ, നമ്മൾ പറഞ്ഞ കേൾക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നിർബന്ധമായും നമ്മുടെ ഭാഗവതവും രാമായണവുമൊക്കെ പറഞ്ഞു കൊടുത്ത് ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്നവരായി അവരെ വളർത്തണം. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഒരു അച്ഛൻ്റെയും മകൻ്റെയും കഥയാണ്. ഇവിടെ എങ്ങനെയായിരിക്കണം ഒരു പുത്രൻ എന്നുള്ള കാര്യങ്ങളൊക്കെ രാമൻ നമുക്ക് കാണിച്ചു തരുന്നു. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.